ഹലോ ഗായ്സ്, വെൽക്കം ടു കുഞ്ഞാറ്റ വില്ലേജ് വ്ളോഗ്സ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും ഞങ്ങൾ എന്തോ ഇങ്ങോട്ടൊക്കെ പോവാണ് ഗായ്സ്. അതല്ലേ ഗായ്സ്, വേറെ ഇങ്ങോട്ടല്ല, ഞാൻ എൻ്റെ സ്കൂളിൽ പോവാണ് ഗായ്സ്. ഞാൻ 3 ദിവസം എൻ്റെ വീട്ടിലുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 ദിവസത്തെ ക്യാമ്പിന് സ്കൂളിൽ പോവാണ് ഗായ്സ്. ആദ്യമായിട്ടാണ് ഞാൻ ക്യാമ്പിന് നിൽക്കാനൊക്കെ പോകണേ, അല്ലേ സാർ? പിന്നെ 3 ദിവസം കുഞ്ഞാറ്റ ഉണ്ടാവില്ലല്ലേ, 3 ദിവസം തകർക്കും. അപ്പോൾ 3 ദിവസത്തെ ക്യാമ്പുണ്ട് സ്കൂളിൽ. അപ്പോൾ കുഞ്ഞാറ്റിനെ കൊണ്ടാക്കാൻ ഞങ്ങൾ പോവാണ്. ശിവസേട്ടൻ അമ്പലത്തിൽ കഴിയുമ്പോൾ അങ്ങോട്ട് വരും. 2 വീലറിന് പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ നല്ല മഴ. അപ്പോൾ അതേ ഓട്ടോക്കാരൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ പോവാം. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ എത്തിയപ്പോഴേക്കും ടീച്ചർമാരെ ചന്ദനമൊക്കെ തൊട്ട് കുട്ടികളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. പൊന്നൂസിനൊക്കെ ചന്ദനം തൊട്ട് കൊടുത്തേട്ടാ. ഇതവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. നമ്മുടെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും നമ്മളെ റൂമൊക്കെ പറയും. പിന്നെ ഉദ്ഘാടനത്തിൻ്റേതായ പരിപാടികളവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞാറ്റയുടെ റൂമും 2nd ഫ്ലോറിലായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി റൂമിൽ പോയി ബാഗ് വെച്ച് താഴെ വന്നപ്പോഴേക്കും ഉദ്ഘാടന പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് നമുക്ക് പാരൻസിന് ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ നിന്ന് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പൊന്നൂസാണ് കുഞ്ഞാറ്റനെ ഏറ്റവും ഫ്രണ്ട്സിനായിട്ടൊക്കെ ഇരുന്ന് അവിടെ നല്ല കളിയും വർത്താനമൊക്കെയാണ്. കുഞ്ഞാറ്റ പോയിട്ട് ഇവിടെ തകർക്കൊന്നും പറഞ്ഞാൽ പൊന്നൂസ് ഇരിക്കണം. കുഞ്ഞാറ്റൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ഒരു സങ്കടവും ഇല്ല. കുഞ്ഞാറ്റ നല്ല ഹാപ്പിയാണ്. കുഞ്ഞാറ്റയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ റൂമിൽ കിട്ടി നല്ല ഹാപ്പിയിലാണ് കുഞ്ഞാറ്റ നിൽക്കണം. ഐശ്വര്യ കണ്ടില്ലേ, കുഞ്ഞാറ്റ എന്ത് കൂളായിട്ടാണ് ടാറ്റയൊക്കെ തന്നെ നല്ല ഹാപ്പി ആയിട്ടാണ് പോണത്. അതിന് ശേഷം പൊന്നൂസിനെയും വെച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ ഇങ്ങോട്ട്. അതിൻ്റെ ഇടയ്ക്ക് പൊന്നൂസാണെങ്കിൽ പാർക്കിൽ പോയി കളിക്കാൻ കയറിയിട്ട് വന്നില്ല. ലാസ്റ്റ് ശിവചേട്ടൻ പോയി എടുത്തുകൊണ്ട് പോന്നു. ഞങ്ങളങ്ങനെ രാവിലെ 9 മണിക്ക് പോയിട്ട് 1 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ശേഷമുണ്ട് ഞങ്ങൾ പോകുന്നത്. പിന്നെ നമുക്ക് അവിടുത്തെ ഓരോ വീഡിയോസും ക്ലാസ്സും ഒക്കെ നമുക്ക് അപ്പം അവർ സ്കൂളിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തന്നുകൊണ്ട് നമുക്കങ്ങനെ വലിയ ടെൻഷനില്ലായിരുന്നു. അവരെന്താ എടുക്കണേന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. നമുക്ക് കാണാനൊക്കെ പറ്റുമല്ലോ. ഇതവർക്ക് ക്ലാസ് എടുക്കുവാണ് കേട്ടോ. ക്ലാസ്സൊക്കെ ആണെങ്കിലും അവർ പറഞ്ഞ ക്ലാസ്സൊന്നും ബോറടിച്ചില്ല. കോമഡി ആയിട്ടൊക്കെ പറയുന്നതുകൊണ്ട് അവർക്ക് ക്ലാസ്സൊന്നും ബോറായിട്ട് തോന്നിയൊന്നുമില്ല. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ക്ലാസ് ഇതൊക്കെ ആയിട്ട്. ക്യാമ്പ് മൊത്തത്തിൽ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞാറ്റക്ക് മാത്രമല്ല, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവരും ഇനി അടുത്ത വർഷം ഉണ്ടെങ്കിൽ ഇനിയും പോകണം എന്നുള്ള ഇതിൽ റെഡിയായി ഇപ്പോഴേ ഇരിക്കുവാണ്. പിന്നെ അതിനുശേഷം അവരെ വൈകുന്നേരം ബീച്ചിലൊക്കെ കൊണ്ടുപോയായിരുന്നു കേട്ടോ. അവർക്ക് ഡെയിലി യോഗയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് യോഗ ക്ലാസ്സിൻ്റെ കുറച്ച് വിഷ്വൽസ് സ്കൂളിൽ നിന്ന് അയച്ചു തന്നതാണ്. എല്ലാവരും യോഗ മാറ്റൊക്കെ ആയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എടുക്കാൻ മറന്നു പോയിട്ട് പിന്നെ ശിവചേട്ടൻ വന്നപ്പോഴാണ് രണ്ടാമത് കൊണ്ടുവന്നത്. ഞാൻ യോഗ മാറ്റ് കൊണ്ടുപോകണം എന്നുള്ള തിരക്കിൽ തന്നെ ആയിരുന്നു. എന്നിട്ടും അത് മറന്നു വെച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത് ആൾ. ഇത് ഫസ്റ്റ് ഡേയിലെ യോഗ ക്ലാസ്സാണ്. 2nd ഡേയിലെ ഇതിൽ കിട്ടിയിട്ടില്ല. കുഞ്ഞാറ്റ ഇതിലേ കാണിക്കുന്നുള്ളതാണ്. ഈ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്.
വൈകിട്ട് അവർക്ക് ഭജനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് വീഡിയോ ആണിത്. നൈറ്റിൽ കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ആയിരുന്നു. അതിലത് കുഞ്ഞാറ്റയുടെ ഫ്രണ്ട്സൊക്കെ പാട്ട് പാടാൻ വേണ്ടി നിൽക്കണം. അവരുടെ പാട്ടാണിത്. കുഞ്ഞാറ്റ അങ്ങനെ ഒന്നിനും പങ്കെടുത്തില്ല കേട്ടോ. പാട്ടൊന്നും പാടിയൊന്നുമില്ല. ആൾ ഡാൻസ് കളിക്കാനെന്നൊക്കെ പറയുന്നതാണ്. ഫ്രണ്ട്സ് ഇല്ലെന്നും പറഞ്ഞ് അത് മടിച്ച് കളിച്ചില്ലെന്നൊക്കെ പറയണത്. ക്യാമ്പ് കഴിഞ്ഞ് വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും കുഞ്ഞാറ്റയുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഡേ നൈറ്റ് അവർക്ക് ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. അതിനെല്ലാവരും കൂടി അടിച്ചുപൊളി ഡാൻസൊക്കെ കളിച്ച് ഇതിന് തകർത്തതിൻ്റെ ക്ഷീണമായിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഇവിടെ വരുമ്പോൾ സൗണ്ടൊന്നും ഇല്ലായിരുന്നു. സൗണ്ടൊക്കെ കുറഞ്ഞിട്ടാണ് വന്നത്. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് പിള്ളേർ. അടിപൊളിയായിരുന്നു എന്നാണ് പറയണം. അപ്പം ഇന്നാണ് കുഞ്ഞാറ്റ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വന്നത്. ഞങ്ങൾ കുഞ്ഞാറ്റനെ വിളിക്കാൻ പോവുകയാണ്. 2 ദിവസം കുഞ്ഞാറ്റ നൈറ്റ് സ്കൂളിലായിരുന്നു. നൈറ്റല്ല, ഫുൾ ടൈം സ്കൂളിലായിരുന്നു. കുഞ്ഞാറ്റ ഇല്ലാഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാ. കുഞ്ഞാറ്റ കാണണ്ട ഈ വീഡിയോ. അപ്പൊ നമുക്ക് കുഞ്ഞാറ്റനെ വിളിക്കാൻ പോവാം. കുഞ്ഞാറ്റ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് നേരെ കുഞ്ഞാറ്റ വിളിക്കാൻ പോവാം. തുടങ്ങി. കുഞ്ഞാറ്റ വെയിറ്റിങ്ങിലായിരിക്കും. കുഞ്ഞാറ്റയുടെ ഫ്രണ്ട് വൈഷ്ണവ. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. അവിടെ കയറ്റാനാണ് ആറണ. കളഞ്ഞല്ലേ. എന്തേ ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. 3 പേരൊക്കെ വെച്ചിട്ടാ വിളിച്ചത്. അതാണ് ഇവിടെ പറയണ. ക്യാമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നാ? തകർത്ത എല്ലാരും കൂടി. ശ്രീലക്ഷ്മി പോയാ? കുഞ്ഞാറ്റ കിടന്ന റൂം കർട്ടനൊക്കെ മാറ്റിയല്ലേ? കർട്ടൻ ഇവിടെ താഴെ പാവരിച്ച് കിടന്ന? താഴെ കിടന്ന? എവിടെ കിടന്ന? ആദ്യത്തെ ദിവസം ഇവിടെ കിടന്നു. ഞാൻ ശരിന്റെ അനുഭവമായി കിടന്നു. പിന്നെ ടീച്ചറോട് പറ. ടീച്ചർ പോണിട്ടാ. ഞങ്ങളുടെ സ്കൂളിന് ക്യാമ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഉച്ചക്കത്തെ ഫുഡ് വരെ ഉണ്ടായിരുന്നു. എൻ്റെ മാറ്റ് കാണിക്കുന്നതാണിത്. പിന്നെ വെച്ചിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റാണ്. സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റൊക്കെ തന്നു. നല്ല രസമുണ്ടായിരുന്നു ക്യാമ്പൊക്കെ. പിന്നെ നാടകവും ഡാൻസും ഒക്കെ ഇരിക്കും. നല്ല രസമുണ്ടായിരുന്നു. ക്യാമ്പ് ഫയറൊക്കെ ഇല്ലായിരുന്നു? ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബൈ ബൈ.